അപ്പം ഇന്ന് എന്താ പരിപാടി എന്നറിയോ? ഇന്നിതാ കുറച്ച് ചക്കക്കുരു ഉണ്ട്. ചക്കക്കുരും മുരിങ്ങയിലയും കൂടിയിട്ട് നമുക്കൊരു കറി വെക്കാം കേട്ടോ. ഇന്നിപ്പോൾ കറി വെക്കാൻ വേറെ ഒന്നും കാണാനില്ല. അപ്പം നമുക്ക് ഇതൊക്കെ നാടൻ രീതിയിൽ വെക്കുന്ന കറികളാണ്. അപ്പം നമുക്ക് ഇത് വെക്കാം. അപ്പം അങ്ങനെ കുട്ടു ഇങ്ങനെ നോക്കി നിൽക്കണ്ടിട്ട് ചക്കക്കുരി നന്നാക്കണത്. ഞാൻ ഇന്നലെ ചക്കശ്ശേരി എന്തില്ലാത്ത ക്രിക്കറ്റ് കളിക്കാൻ വരാത്ത കാരണം അല്ല, ക്രിക്കറ്റ് ഇങ്ങനെ അടിക്കുമ്പോ ശബ്ദം ഉണ്ടാവാന്ന് പറഞ്ഞിട്ട് അടിക്കാൻ സമ്മതിക്കില്ല. എന്റെ മുഖത്ത് കൊള്ളൂലോ. ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യല് എന്റെ മുഖം പൂട്ടപ്പോ. ബാറ്റ് കടിച്ചാലെങ്ങനെയാ? ബാറ്റ് കടിച്ചാലെങ്ങനെയാ? ഒരു ഫുട്ബോള് കിട്ടിയതായിരുന്നു കേട്ടാ കളിക്കാനായിട്ട്. അത് ആദ്യത്തെ ദിവസം തന്നെ അതിന്റെ എയർ പോയി. അങ്ങനെ എയർ കളഞ്ഞേ? ഉമ്മറത്തെ റൂമിന്റെ മറ്റേ കട്ടിലിന്റെ അടിക്ക് പോയി. അപ്പൊ എടുത്തപ്പോ അപ്പൊ അത് പൊട്ടിണ്ടാവും. പൊട്ടിയിട്ടൊന്നുമില്ല, ഞാൻ നോക്കിയതാ. ഫുട്ബോളിന്റെ എയർ പോയതേ ഇന്ന് കളിക്കാൻ പോകുമ്പോ കൈ പിടിച്ചോ. അപ്പൊ അവിടുത്തെ സാറുമാരോട് പറഞ്ഞ അവരുടെ അടുത്തുണ്ട് പമ്പ്, അവരെ നിറച്ചു തരൂ കേട്ടാ. കുറച്ച് വെള്ളം ഫ്രിഡ്ജിൽ നിന്ന് കൂടെ നേരം കുടിക്കാൻ. എന്നാലും മേടില്ല വെള്ളം. ട്രൗസറൊക്കെ തിരിച്ചിട്ട് വെള്ളം കിട്ടിയാ മതി. തിരിച്ചിട്ടല്ലേ? കണ്ണ് കാണില്ല. കണ്ണ് കാണില്ല, അതുകൊണ്ടല്ലേ കണ്ണാട വെച്ചിക്കണേ. ഈ വെള്ളം കിട്ടിയിട്ട് കുടിക്കാൻ പറ്റുമോ? എന്തെന്ന് വെള്ളം എടുക്കാൻ പോയിട്ടല്ലോ. നല്ല കാറ്റ് വീശിണ്ട്. ഇന്നലെ എല്ലായിടത്തും മഴ കൊറേ സ്ഥലത്തൊക്കെ മഴ പെയ്തിട്ടുണ്ട് കേട്ടാ. പാലക്കാട് മഴ പെയ്തിട്ടുണ്ട്. നീ പറഞ്ഞ പാലക്കാട് മഴ പെയ്തോന്ന്? പാലക്കാട് അമ്മാമ്മ വിളിച്ചപ്പോ പറഞ്ഞു പെയ്തിട്ടുണ്ട്. ആണോ? കറണ്ട് ഇന്നലെ പോയതാത്രേ. ഒന്ന് ചാറി കാറ്റും വീശി കറണ്ട് ഇന്നലെ പോയത് ഇതുവരെ വന്നിട്ടില്ല. മഴയാണെങ്കിൽ പെയ്തതുമില്ല. ഒന്ന് ചാറിന്ന് പറഞ്ഞു, കാറ്റും വീശി. സൂപ്പർ. നമ്മുടെ വഴിക്കും കാറ്റ് വീശിയായിരുന്നു. ഇന്നലെ വൈകുന്നേരം ചൂടിനൊരു കുറവുണ്ടായിരുന്നു. വെള്ളം നിറച്ചു കൊണ്ടൊക്കെയോ കുഞ്ഞാ? കളിച്ചോണ്ടിരിക്കല്ലേ. നോയും നവും തിരിച്ചറിയില്ല അല്ലേ? ഇല്ല, നൗച്ചാലും ഇല്ല. എന്തെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദില്ലേ? 1 into 2 equal to 2. 2 into 2 equal to 2. 3. 3 into 2 3 into 2 equal to 6. കിട്ടിയില്ലോ. 4 into 2 നോക്ക് വളച്ചു. 4 into 2 4 into 2 equal to 10. അറിഞ്ഞിട്ട് ഒരു മാസമായിട്ടാ. അപ്പൊ രാത്രി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാനുള്ള അംഗം വെട്ടലാണ് ഇവിടെ. സ്കൂള് തുറക്കുമ്പോഴേക്കും 2-ന്റെയെങ്കിലും പഠിച്ചു കഴിയണോ. 2-ന്റെയും 5-ന്റെയും 10-ന്റെയും പഠിപ്പിക്കാനോ. ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലിപ്പൊക്കെ വെച്ചിട്ട് അന്നാള് കണ്ടായിരുന്നല്ലോ. ഷോർട്ട് മറ്റേ ഇത് ഡ്രോയിങ്ങിന്റെ മറ്റേ സാധനം അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. ഒരു ബുക്ക് ഉണ്ടാക്കിയായിരുന്നു. എന്നിട്ട് അത് എഴുതിയൊന്നില്ല എന്നുള്ളതാ. 4 വട്ടം എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ. 4 വട്ടം. ആദ്യത്തെ ദിവസം പഠിക്കാൻ ഒരു വട്ടം എഴുതി കൊടുത്തു, പിന്നെ പഠിക്കാൻ ഒരു വട്ടം എഴുതി കൊടുത്തു. അങ്ങനെ പിറ്റേത്തെ ദിവസം പഠിക്കാതെ കാണില്ല ആദ്യം എഴുതിയത്. എഴുതിയെന്നില്ല അത്ര. ഇങ്ങോട്ട് ക്യാമറ തിരിക്കി നോക്ക്, താഴത്തേക്ക് ക്യാമറ ഇങ്ങോട്ടേക്ക്. മറ്റേ ഇങ്ങനെ ഒരാള് അത് ഇപ്പൊ അടുത്തായിട്ട് തന്നെ കുട്ടുവിന്റെ ഒരു കരച്ചിൽ ഇവിടെ കേൾക്കാം. അടുത്തായിട്ട് തന്നെ അമ്മയുടെ ഒരു ചെറിയമ്മ തട്ടിയിട്ട് ഒരു കരച്ചിൽ കേൾക്കാം. ബോള് കണ്ണുമെന്ന് അടിക്കല്ലേ വയ്യ. അയ്യോ, ചക്കക്കുരു നന്നാക്കുമ്പോ നേരം വേഗം പോണ്ടിട്ടാ കുട്ടികളോണ്ട്. കുട്ടിയല്ല, വീഡിയോ എടുക്കണേ. വീഡിയോ എടുക്കണോണ്ടല്ലേ എന്ത് നേരം പോണേ. വീഡിയോ എടുക്കണോണ്ട് എന്താ
ചേച്ചിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ചേച്ചി പിടിച്ച് ഇങ്ങനെ നിൽക്കി വയറുമേ തിരിച്ചേക്കാം. നല്ല കാറ്റ് വീശുന്നുണ്ട് എന്തായാലും. ഇത് രാത്രി മഴ വീഴുക അല്ല എങ്ങടാ കുട്ടുക? അതുകൊണ്ട് എടുക്കാൻ മടിയായിട്ട് ഞാൻ മുട്ടുപലക കൊണ്ടുവരും. അവിടെ ഒന്ന് അടിക്കാണ്. മുട്ടിപ്പലകയാ? അവിടെ ഒന്ന് അടിക്കാൻ വേണ്ടി ഇങ്ങനെ മുട്ടിപ്പലക എന്തിനാന്നറിയോ? ഇരിക്കാൻ. മുട്ടിപ്പലക ഇരിക്കാനുള്ളതാ. എന്നാൽ കാലുവേരി ചക്കക്കുരു നന്നാക്കി കഴിയുമ്പോ മോന്ത പോവാണാവോ? ഇവൻ എന്ത് ഷട്ടില് കെട്ടണോന്നിട്ടുണ്ട് ക്രിക്കറ്റ്. അത് അങ്ങോട്ട് നോക്കിയേ അടിക്കാൻ പോലെ വേറെ വല്ലയിടത്തും കെട്ടി ഇവിടെ ഒരു തൂണുണ്ട്. അതുകൊണ്ട് നമുക്ക് തൂണിൽ പിടിച്ച് കയറിയിട്ട് ഇങ്ങനെ എടുക്കാം. വേറെ വല്ലയിടത്തും കെട്ടി തൂക്കി തരാം. അവളുടെ തലയ്ക്ക് ഇപ്പൊ പട്ടയോ തേങ്ങയോ വീഴൂട്ടാ. അതിനാണ് അവളുടെ കിടപ്പ്. കൈ മോറ്റിയത് അവൾക്ക് പോരാ. ഞങ്ങള് അടുത്തത് വാങ്ങാൻ വേണ്ടിട്ട് അവള് അവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞുമണി എരുന്ന് വാങ്ങുക. എന്ത് എരുന്ന് വാങ്ങുന്നുണ്ട്. ഇപ്പൊ നിലത്ത് കിടക്കും. കത്തിമൂടോ അല്ലേട്ടാ വയ്യ. ഉടനെ മുടി വെട്ടാറ. അതിന്റെ വെയിലറിയാം നമുക്ക് മുടി വെട്ടാൻ പോണട്ടാ. അപ്പൊ നമുക്ക് എങ്ങനെ വെട്ടണ്ടേ? ബസ്കറ്റ് അടിക്കാം. ബസ്കറ്റ് അടിക്കാം ഗായ്സ്. ബസ്കറ്റ് അതെങ്ങനെയാ? ഫ്രാങ്ക്ലിന്റെ മുടി വാരി ബ്രഷ് പോലെയാ ഉൾപ്പെടെ. നമ്മുടെ GTA 5 ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ഫ്രാങ്ക്ലി എന്ന് പറഞ്ഞ്. അവന്റെ കൂടി ഒരു ശൈലി ഉണ്ട്. അയ്യോ ദൈവമേ, പിന്നെ ചത്താനെ നീ ഇങ്ങനെ കേട്ടാ ചാവാൻ വയ്യ. അപ്പൊ അതിലൊരു ക്യാരക്ടർ ഉണ്ടല്ലോ. ഇപ്പൊ തലയിൽ അതില് മുടിയൊക്കെ വെട്ടാൻ പറ്റുമ്പോ ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട്. അത് ഫ്രാങ്ക്ലിന്റെ ബസ്കറ്റാ. ഇതാണ് ബസ്കറ്റ് അടിക്കല്ലേ? എന്ത് കട്ട് പറഞ്ഞിട്ട് വെട്ടിയത്? ബുള്ളറ്റ് കട്ട്. വെറുതെ 4 ദിവസം കൊണ്ട് മുടി വീണ്ടും വളർന്നു. പിന്നെ പറ്റ അങ്ങോട്ട് വെട്ടുക. പറ്റ വെട്ടൂല. വേണമെങ്കിൽ അമ്മ പോയി പറ്റ വെട്ടും. അത് ലിഗ്മെന്റ് ഒക്കെ തിരിയിട്ടാ കുഞ്ഞിലിയുടെ നാക്ക് കരിനാക്ക് വീഴുന്ന കുറച്ച് നേരത്തെ പറഞ്ഞാലോ അപ്പേക്കും വീഴാൻ പോയി. അത് കരിനാക്ക് അവിടെ നിന്നില്ല. നമ്മൾ ചെയ്യണ ഓരോ പ്രവൃത്തി കണ്ടാ നമുക്കറിയാൻ വീഴോ ഇല്ലേന്ന്. അപ്പൊ പറയുമ്പോ പിന്നെ വീഴുമ്പോ കരിനാക്ക് എന്ന് പറയാല്ലേ. നിന്റെ ഓരോ പ്രവൃത്തി കണ്ടറിയോ കൈമുറി. നിന്റെ ഓരോ പ്രവൃത്തി കണ്ടറിയാം നീ വീഴോ ഇല്ലേന്ന്. അപ്പൊ അത് ഞങ്ങൾ പറയുമ്പോ പിന്നെ ഞങ്ങളെ കരിനാക്കില്ലേ. ഈടാ ചക്കക്കുരു ഇത് മതി. നമുക്ക് ഇതേ കഴുകി കുക്കറിൽ ഒരടി അടിക്കാം. അപ്പോഴേക്കും നമുക്ക് എന്നിട്ട് മുരിങ്ങയില പൊട്ടിക്കാം. അപ്പൊ നമുക്ക് മുരിങ്ങയില പൊട്ടിക്കാൻ പോകട്ടാ. ഈ നാളികേരട്ടാ വീണ ഇപ്പൊ തന്നെ എന്തെങ്കിലും തലയിൽ ഉണ്ടെങ്കിൽ അറിഞ്ഞാനെ. ഞാൻ വലിയ ചെരുപ്പാട്ടക്കണ്. അത് ഞാൻ പറഞ്ഞില്ലേ ഉമ്മറത്തെ ചെരുപ്പാണ്. അതുകൊണ്ട് വലിയ ഇവിടെ തക്കാളി തൈ ഉണ്ടായി. ഓ വീണാനേ കോഴി തൂലി കിടക്കണേ. എങ്ങനെയാ പട്ടി പിടിച്ചടാ? അറിയാലേ മുരിങ്ങയില പൊട്ടിക്കാട്ടാ. അയ്യോ ദാ വഴി വന്നാ മതിയായിരുന്നു. ദാ വഴിയായിരുന്നു ഈസി. കൊണ്ടുണ്ടായിരുന്നില്ല. എന്ത് ഇച്ചിരി ദാ വഴി അതാ സൗകര്യാലേ. വൈപ്പർ 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 ഞാനെങ്ങാണ്ടിക്ക് അടിക്കട്ടെ. നാശാക്കല്ലേ. ഇതാ കിടക്കണ ഒരു നാളികേരം. ആ കുടി എടുത്തോ.
നോക്കിട്ടോ ദാ കിടക്കുന്ന ഒരു നാളികേരം. ആ ഇനി പിന്നെ പറക്കിക്കോളാം അങ്ങോട്ട് പൊക്കോ. ഞാൻ നീ കൊണ്ടിക്കിടാട്ടെ. വേണ്ട വേണ്ട. ഓ വേണ്ടാന്ന് മുന്നേ പറയണ്ടേ. ഞാൻ ഇട്ടട്ടാ പറഞ്ഞത്. ഇട്ടട്ടാ പറഞ്ഞത്. പോയെ 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 ചോദിച്ചിട്ട് അതോ ഇങ്ങോട്ട് വായോ ഇങ്ങോട്ട് നാളികേരം വഴിക്ക് വീണ്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മുരിങ്ങയില മതി നമുക്കിത് നന്നാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുക്കറിൽ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ചക്കക്കുരു വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു കുറുകുറു തന്നെ ഉള്ള ഒരു പരുവത്തിലാണ് നമ്മളിത് എടുക്കുക കേട്ടോ. എന്തത് മറ്റൊരു വഴിയറിയാം കണ്ണിനുള്ളിൽ നല്ല കുറേ ചാറോടെയുള്ള ഒരു കുറുകുറു തന്നെയുള്ള രീതിയിലാട്ടോ നമ്മൾ ഇത് കറിയാക്കി എടുക്കുക. ഇന്ന് രാവിലെ എന്തായിരുന്നു ഫുഡ്? ഉപ്പുമാവ്. ഇപ്പൊ ഇന്ന് ഉപ്പുമാവാ? എന്ത് ഇഡ്ഡലിയാ? എന്തുട്ടാ സാമ്പാറാ? മുരിങ്ങല നന്നാക്കേണ്ട ഇടയിൽ അമ്മേനെ ചേച്ചി വീഡിയോ കോൾ വിളിച്ചു. അപ്പൊ സംസാരിച്ചിട്ട് മുരിങ്ങല നന്നാക്കി എടുത്തുട്ടാ. ചക്കക്കുരു നല്ല വെന്ത് നല്ല ഉടഞ്ഞിട്ടാ കൈപ്പൊളി. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ചക്കക്കുരു കയ്യിലിൻ്റെ തുമ്പ് വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുത്തുട്ടാ. ഈ ചാറിനൊരു കൊഴുപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചക്കക്കുരു ചെറുതായി ഉടച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ ആ മുരിങ്ങയിലൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. എപ്പോഴും മുരിങ്ങയില കറി വയ്ക്കുമ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് വേണം കേട്ടോ മുരിങ്ങയില ചേർത്ത് കൊടുക്കാൻ. മുരിങ്ങയില ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ മുരിങ്ങയില കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തു. പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചുവന്നുള്ളിയും തൊലി കളഞ്ഞെടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും മുരിങ്ങയില വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റവിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ചീഞ്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ചതച്ച വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇതെന്നിട്ട് പാകത്തിന് മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് തന്നെ ഒരു വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നന്നായി മൂത്ത് കളറ് മാറി വരുന്നുണ്ട്. ഈ സമയത്ത് കരിയാതെ ഇളക്കി കൊടുക്കണം. ഈ കുത്തി കാച്ചിയ കറികൾ ഇവിടെ കുട്ടുവിന് ഭയങ്കര ഇഷ്ടമാട്ടോ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഇങ്ങനത്തെ കറികൾ വെക്കാറുണ്ട്. അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് ഇത് പാകത്തിന് മൂപ്പായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി കരിയാതെ ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി മൂത്ത് വന്നതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു മുരിങ്ങലയും കൂടിയുള്ളത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് കുത്തിക്കാച്ചിൻ്റെ നല്ല സ്മെല്ലായിരിക്കും വരിക. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കറി വേണ്ടത് വെച്ചാൽ ഇങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ചൂടാറുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു കാര്യം ചെയ്യാം. ഈ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് നമുക്ക് ഈ ചാറ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചാറായി കിട്ടും. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളയ്ക്കണ വരെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല നാടൻ രീതിയിലുള്ള ചക്കക്കുരും മുരിങ്ങയിലയും കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്തി വറുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുഞ്ഞമത്തി ഇരുന്നായിരുന്നു, അതും വറുത്തിട്ട് ഊണിന് റെഡിയാക്കി കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ കുറച്ചുകൂടി വെള്ളം ചേർത്താലും കറി ചൂടാറിയപ്പോൾ നല്ല കുറുകുറുന്നനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിനോടൊപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കൂടെ ഞാൻ മത്തിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മുരിങ്ങയിലയും ചക്കക്കുരുവിൻ്റെ സീസണാണല്ലോ ഇപ്പോൾ. മുരിങ്ങയിലയും ചക്കക്കുരും കൂടിയിട്ട് ഇങ്ങനെ ഒരു കറി വെച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ.